ആ ഗുഡ് മോർണിംഗ്. അല്ല, സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഞങ്ങൾ ഈ വ്യാഴാഴ്ച തിരിച്ച് വെള്ളിയാഴ്ച ഞങ്ങൾ ബാംഗ്ലൂരിലെത്തും. പിന്നെ ഇവിടെ ക്ലൈമറ്റ് കണ്ടോ, ഇവിടുത്തെ ക്ലൈമറ്റ് കണ്ടോ, ക്ലൗഡിയുണ്ട് വെളിയിൽ, നല്ല ക്ലൗഡിയും നല്ല തണുപ്പും സ്റ്റാർട്ടായി ഇപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ്. പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഓസ്ട്രേലിയയിൽ ഇവിടെ ജീവിക്കുന്നവർക്ക് ചിലർക്ക് ഇഷ്ടപ്പെടാം, ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. അത് അവരവർ ഡിപ്പെൻഡ് ആണ്, അത് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഈ രാജ്യത്ത് വരണമെന്നുണ്ടെങ്കിൽ, ഇവിടെ ജോലിക്ക് വല്ലതും വരണമെന്നുണ്ടെങ്കിൽ നല്ല സ്കിൽ വർക്കർ അങ്ങനെയുള്ളവർക്ക് IELTS എന്ന് എഴുതണം. IELTS എഴുതി 1 വർഷം വെയിറ്റ് ചെയ്ത് അതിന് 8.5 മാർക്ക് എടുത്ത് ജയിച്ചാൽ മാത്രമേ അവർക്ക് ഈ രാജ്യത്ത് പ്രവേശനമുള്ളൂ. അങ്ങനെ അവർക്ക് PR കിട്ടും. ഇവിടെ വന്ന് പിന്നെ ഇവിടെ ജീവിക്കാം, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇവിടെ കിട്ടുന്ന ശമ്പളത്തിനൊക്കെ വാടകയൊക്കെ കൊടുക്കാനും, ഒരാൾ ജോലി ചെയ്താൽ ജീവിക്കാൻ കഷ്ടമാണ്. 2 പേര് ജോലി ചെയ്താൽ സുഭിക്ഷമായിട്ട് പോകും. പിന്നെ പിള്ളേരുടെ എഡ്യൂക്കേഷനും അത് ഇതും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വാടക എന്ന് പറയുന്നത് ഒരാഴ്ചത്തേക്ക് $650 $700 ഡിപ്പെൻഡ് ആണ്, ഏരിയ അനുസരിച്ചിരിക്കും. $650-700 ഒക്കെ കൊടുക്കേണ്ടി വരും. അതായത് മണിക്കൂറിന് $25-30 ആയിരിക്കും ശമ്പളം. എനിക്ക് തീർച്ചയായിട്ടും അത്ര അറിയില്ല, എന്നാലും ഞാൻ പറയുകയാണ്. പിന്നെ ഇവിടെ എല്ലാവർക്കും ജോലി എന്ന് പറയുന്ന എല്ലാവരും ഇവിടെ തുല്യമായിട്ട് അവർ കണക്കെടുക്കും. ഇപ്പം മാനേജറായാലും ആരായാലും അവരവരുടെ പണി അവരവർ ചെയ്യുക. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊന്നും വലിയ ഇടപാടുകളൊന്നുമില്ല. പിന്നെ ആരെയും സാറേ എന്നൊന്നും വിളിക്കത്തില്ല, അത് വേറൊരു കാര്യം. നമ്മുടെ ഇന്ത്യയിലാണ് മാനേജർ അല്ലെ അസിസ്റ്റൻറ്റ് മേയറാളെല്ലാം സാർ എന്നാണ് വിളിക്കുന്നത്. ഇവിടെ അങ്ങനെ ആരെയും സാറൊന്നും വിളിക്കത്തില്ല, ഹായ്, അത്രയേ ഉള്ളൂ. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. പിന്നെ ഇന്ത്യയിൽ നിന്ന് വരുന്നവർക്ക് ഇങ്ങനെയൊക്കെ ചിലവർക്ക് ഇഷ്ടപ്പെടാം, ചിലവർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. പിന്നെ ഇവിടെ കാര്യങ്ങളെന്താണെന്ന് വെച്ചാൽ, ഇവിടെ ജോലി ചെയ്യുന്നവർക്കെല്ലാം വണ്ടികൾ വേണം. വണ്ടികളില്ലാതെ ജോലിക്ക് പോകാൻ പറ്റില്ല. പിന്നെ ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയെക്കാട്ടി 4 മടങ്ങാണ് ഓസ്ട്രേലിയ. ഇതൊരു വലിയ ഭൂഖണ്ഡമല്ലേ. പിന്നെ ചുറ്റും കടലും ഓഷ്യനും അത് ഇതും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെയൊക്കെയാണ് ആൾക്കാരുടെ ജീവിതം. സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വിലയാണ്, ഭയങ്കര വില പറഞ്ഞാൽ തീ വിലയാണ്. നമ്മൾ വിചാരിക്കും വെളിനാടാ, പക്ഷെ ഭയങ്കര വിലയാണ്. നമ്മൾ പോയി ഓരോ സൂപ്പർ മാർക്കറ്റിൽ പോയി അന്വേഷിക്കുമ്പോഴല്ലേ അതിനെ പറയുന്നു, അറിയുന്നു. ഭയങ്കര വിലയെന്ന് പറഞ്ഞാൽ, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു മാങ്ങ പഴുത്തമാണെങ്കിൽ $7. $7 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ മണിക്ക് 400 രൂപയ്ക്ക് അകത്ത് ഒരു പഴുത്തമാണ്. അങ്ങനെയാണ് ഇവിടുത്തെ സ്ഥിതി. ചൂടാന്നേ ചൂട്, തണുപ്പാന്നേ തണുപ്പ്. പിന്നെ 2 പേർ ഹസ്ബൻഡ് വൈഫും ജോലി ചെയ്യുന്നേ അവർക്ക് ഓക്കെ, ഇങ്ങനെ ജീവിച്ചു മാത്രമേ ഉള്ളൂ. അങ്ങനെയൊക്കെയാണ് ഓസ്ട്രേലിയയിലെ കാര്യങ്ങൾ. പിന്നെ ഞങ്ങൾ ഈ ആഴ്ച തന്നെ ഞങ്ങൾ തിരിച്ചവിടെ എത്തും. വീഡിയോ കാണുന്നത് ഇഷ്ടപ്പെടാം, ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്.